ലബു 1001 രാവുകളിലെ ബസ്രയിലെ ഹസന്റെ 3 ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇന്ന് പറയുന്നത് 4ാമത്തെ ഭാഗമാണ്. അപ്പൊ ഈ 3 ഭാഗം കേട്ടവർക്ക് മാത്രമേ ഈ 4ാമത്തെ ഭാഗം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് മുമ്പിലുള്ള 3 ഭാഗങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ ഈ 4ാമത്തെ ഭാഗം കേൾക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോ ഹസൻ അങ്ങനെ കൊട്ടാരത്തിൽ തനിച്ചായി. അങ്ങനെ ഓരോ മുറിയും തുറന്നു നോക്കുകയാണ് അല്ലെ. റോജ പറഞ്ഞിട്ടുണ്ട് 7ാമത്തെ മുറി ഒരു കാരണവശാലും തുറക്കരുത്. ഹസന് തുറക്കണോ വേണ്ടോ എന്നുള്ള ഷണ്ട ഇങ്ങനെ മനസ്സിൽ കൂടിയിട്ട് അവസാനം എന്തേലും ആവട്ടെ, ജിന്നാണെങ്കിൽ ജിന്ന്, ഇനി ഷെയ്ത്താനാണെങ്കിൽ ഷെയ്ത്താനും, മനുഷ്യനാണെങ്കിൽ മനുഷ്യനെ, ഞാൻ മരിക്കട്ടെ എന്നുള്ള ചിന്തയിൽ എന്ത് ചെയ്തു ഹസൻ പതിയെ ആ ചുവന്ന താക്കോലെടുത്തിട്ട് ആ 7ാമത്തെ റൂമിന്റെ വാതിലങ്ങ് മലക്കെ തുറന്നു. അപ്പൊ ഹസൻ കണ്ട കാഴ്ച എന്താണെന്നറിയോ? മുമ്പ് കണ്ട 6 റൂമിലും വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച കാര്യങ്ങളാണ് കണ്ടതെങ്കിൽ ആ റൂമിൽ ഒന്നുമില്ല. കാലി റൂം, ഒരു ഫർണിച്ചറും ഒരു കാര്യമില്ലാത്തൊരു വിജനമായി കിടക്കുന്ന വലിയൊരു റൂം. അച്ഛനാകെ അത്ഭുതപ്പെട്ടു പോയി. ഇതെന്തുകൊണ്ടായിരിക്കും റോജ ഈ റൂം തുറക്കരുത് എന്ന് പറഞ്ഞു? ഇതിലൊന്നും ഇല്ലല്ലോ, ഒരു വസ്തു ഇതിലില്ലല്ലോ, വെറുതെ ചുമ്മാ പറഞ്ഞതാ എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ ആ റൂമിലേക്ക് പതുക്കെ കയറി. ആ റൂം വലിയ റൂമാണ്. ആ റൂമിൽ നിന്ന് ഇങ്ങനെ നടന്ന് ഒരു മൂലയിലെത്തിയപ്പോ ആ മൂലക്കൊരു ഏണിപ്പടി കണ്ടു, മുകളിലേക്ക് കയറി പോകാനുള്ള ചവിട്ടുപടി. ഹസൻ പതുക്കെ ചവിട്ടുപടി കയറിയിട്ട് മുകളിലെത്തി. അപ്പൊ ഈ രാത്രിയാണ് സംഭവം. അപ്പൊ മുകളിലെത്തി കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് ഒരു വശത്താണ് എത്തിയത്. കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലെ ഒരു വശത്ത് ഹസൻ കോണിപ്പടി കയറി മുകളിലെത്തിയിട്ട് ആ മട്ടുപ്പാവിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഹസൻ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? നയനമനോഹരമായ കാഴ്ചയാണ്. നല്ല അരുവി ഇങ്ങനെ നല്ല വൃത്തി മനോഹരമായ അരുവി ഒഴുകുന്നു. നല്ല പൂന്തോട്ടങ്ങള്, ഒരുപാട് പക്ഷികള്, അങ്ങനെയായിട്ട് നയനമനോഹരമായിട്ടുള്ള അടിപൊളി ഒരു പൂന്തോട്ടാണ് ഹസൻ കണ്ടത്. ഇത്രയും മനോഹരമായ ഒരു പൂന്തോട്ടം ഹസൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്ത് രസാണ് കാണാൻ. ഹസൻ അത് തന്നെ അതിന്റെ സൗന്ദര്യം നോക്കി ഇങ്ങനെ ഒരുപാട് സമയം നിന്നുപോയി. സമയം പോയത് അറിഞ്ഞില്ല. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ഹസൻ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പക്ഷികള് കൂട്ടത്തോടെ പാറി വരുന്നതായിട്ട് ഹസൻ കണ്ടു. ഹസൻ അത്ഭുതത്തോടെ നോക്കുകയാണ്. നല്ല അടിപൊളി കാണാൻ ഭംഗിയുള്ള, ജീവിതത്തിൽ ഇതുവരെ കാണാത്ത പക്ഷികൾ. ആ പക്ഷികൾ പാറി വന്നിട്ട് ആ ഒരു കുളം ഉണ്ടായിരുന്നു. കുളം, ആ കുളത്തിന്റെ കരയിലായിട്ട് അവിടെ എല്ലാ പക്ഷികളും വന്നു നിന്നു. കൂട്ടത്തിൽ നിന്നും അതിമനോഹരമായ ഒരു പക്ഷി പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ ഹസന് തോന്നി. ആ പക്ഷി അതിന്റെ തൂവൽ ഉടുപ്പുകളൊക്കെ മാറ്റിയപ്പോൾ അതൊരു അതിസുന്ദരിയായ ഒരു പെണ്ണായി മാറി. ആ പെണ്ണായി മാറി. ബാക്കിയുള്ള പക്ഷികളും അതേപോലെ തന്നെ അവരുടെ തൂവൽ ഉടുപ്പൊക്കെ മാറ്റിയപ്പോൾ അവരും സുന്ദരികളായ പെൺകുട്ടികളായി മാറി. ഹസൻ അത്ഭുതത്തോടെ നോക്കുകയാണ്. ഇതെന്താണ് കാഴ്ച? പക്ഷികളായിട്ടാണ് പാറി വന്നത്, പക്ഷേ തൂവലുടുപ്പ് അഴിച്ചു വെച്ചപ്പോൾ ഇവർ മനുഷ്യന്റെ രൂപത്തിലാണ് കാണുന്നത്. ഹസൻ മിണ്ടാതെ ഒന്നും അനങ്ങാതെ ഇതെന്താ ഇവർ ചെയ്യുന്നതെന്ന് നോക്കി നിൽക്കുകയാണ്. ഹസൻ കാണുന്ന കാഴ്ച, അവർ തൂവലുടുപ്പൊക്കെ അഴിച്ചു വെച്ച് ആ കുളത്തിലേക്ക് കുളിക്കാൻ ഇറങ്ങി, ഈ കുട്ടികളും. അപ്പോൾ ഇത് കുട്ടികളൊക്കെ ഈ ഇവരെല്ലാവരും കൂടി ഈ പെൺകുട്ടികളൊക്കെ കുളത്തിലേക്ക് ഇറങ്ങി കുളിക്കാൻ തുടങ്ങി, നീരാടാൻ തുടങ്ങി. ഹസൻ ഈ കാഴ്ച കണ്ടിട്ട് അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിലെ അതിമനോഹരമായ ആദ്യം തൂവലഴിച്ച ആ പെൺകുട്ടിയെ കണ്ടിട്ട് ഹസൻ ഇങ്ങനെ കണ്ണുമെക്കാതെ നോക്കി നിൽക്കുകയാണ്. അത്രക്ക് നല്ല സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി. ഹസൻ ഒരുപാട് സമയം ഇങ്ങനെ നോക്കി നിന്നു. പെട്ടെന്ന് തന്നെ ആ കുറേ സമയം കുളിച്ചതിന് ശേഷം ആ കുട്ടികളെല്ലാം കരയിലേക്ക് കയറി അവരുടെ തൂവലുടുപ്പ് ധരിച്ചു. അപ്പൊ ആ കൂട്ടത്തിലുള്ള ആ ആദ്യം തൂവലഴിച്ച ആ പെൺകുട്ടി പറഞ്ഞു, തോഴിമാരെ നമുക്ക് പോകട്ടെ, സമയം രാവിലെ ആവാറായി, നമുക്ക് പോയാലോ എന്ന് പറയലോടുകൂടി മറ്റുള്ള പെൺകുട്ടികളെല്ലാം തൂവലുടുപ്പെടുത്ത് ധരിക്കുകയും എല്ലാവരും കൂടി വന്ന അതേപോലെ തന്നെ പക്ഷിയുടെ രൂപത്തിൽ പാറിപ്പോവുകയും ചെയ്തു. ഹസനാകെ അത്ഭുതപ്പെട്ട് കുന്തം പോലെ നിൽക്കുകയാണ്. ഇതെന്താ ഈ കണ്ട കാഴ്ച? ഒരുപാട് പക്ഷികൾ പാറി വരുന്നു, തൂവലിട്ട് അഴിക്കുന്നു, വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു, മനുഷ്യന്റെ രീതിയിൽ കുളിക്കുന്നു, വീണ്ടും കുളിച്ചു കഴിഞ്ഞ് തൂവലുടുപ്പ് ധരിക്കുന്നു,
പക്ഷികളെ പോലെ പാറിപ്പോകുന്നു. ഹസൻ ആകെ അത്ഭുതപ്പെട്ടു. ഇതെന്താ കഥ? ഇതെന്താ ഇവരുടെ അവസ്ഥ? ഇവർ മനുഷ്യന്മാരാണോ അതോ ജിന്നുകളാണോ അതോ പിശാചുക്കളാണോ? ഏതായാലും എന്നെ കാണാത്ത വലിയ ഭാഗ്യം. പക്ഷേ ഹസൻ ആദ്യമായിട്ട് വന്ന് തൂവലടിച്ച ആ പെൺകുട്ടിയില്ലേ, അത് കണ്ടിട്ട് ഹസന് ഭയങ്കരമായിട്ട് ആ പെൺകുട്ടി ഇഷ്ടമായി. ഹസൻ എന്ത് ചെയ്തു, പിറ്റേന്ന് അവിടുന്ന് ഈ രാവിലെ ആവാറായി. ഹസൻ കൊട്ടാരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി ഭക്ഷണമൊക്കെ കഴിച്ച്. ഹസന് ഭയങ്കര ചിന്തയാണ്, ആരായിരിക്കും അത്? ചോദിക്കാൻ വേണ്ടിയിട്ട് പെങ്ങന്മാരൊന്നും ഇല്ല അല്ലേ, എല്ലാവരും പോയില്ലേ. റോജി ആരും ഇല്ലല്ലോ അവരോട് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാരാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഹസൻ അങ്ങനെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പിറ്റേന്ന് രാത്രിയായി. ഹസൻ വേഗം അതേപോലെ തന്നെ 7ാമത്തെ റൂം തുറന്ന് മട്ടുപ്പാവിലേക്ക് കയറി നോക്കി. ഒരുപാട് സമയം കാത്തുനിന്ന്, രാവിലെ വരെ കാത്തു നിന്നിട്ടും ആ പക്ഷികൾ വന്നില്ല. പിറ്റേന്നും ഹസൻ ഇങ്ങനെ അവരെ കാത്തു നിന്നു, അന്നും വന്നില്ല. ഹസൻ ഓരോ ദിവസവും ഇങ്ങനെ ഈ പക്ഷികൾക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്, പക്ഷെ അവർ വന്നില്ല. ഹസന് ഭയങ്കരമായിട്ട് ടെൻഷനായി. ഹസന് ഭക്ഷണം വേണ്ട, ഉറക്കില്ല, ഇത് ഇവരെ പിന്നീട് കാണാഞ്ഞിട്ടുണ്ട്. ഹസന് ഭയങ്കരമായിട്ട് മനോവശമായി. ഊണില്ല, ഉറക്കില്ല, കുളിയില്ല. ഹസൻ ആകെ വെപ്രാളപ്പെട്ടിട്ട് ക്ഷീണിതനായി കാണപ്പെട്ടു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം റോജയും സഹോദരിമാരും അവരുടെ ജിന്നിസ്ഥാൻ എന്ന രാജ്യത്ത് നിന്ന്, അവരുടെ പിതാവിൻ്റെ രാജ്യത്ത് നിന്ന് തിരിച്ചു വന്ന ഉടനെ തന്നെ എല്ലാ പെൺകുട്ടികളും വന്നിട്ട് ഹസനെ വന്നിട്ട് കെട്ടിപ്പിടിച്ചു. ഹസ എത്ര ദിവസമായി കണ്ടിട്ട്, എന്താണ് സുഖം തന്നെയാണെന്നൊക്കെ ചോദിച്ച് ഹസന്റെ വിശേഷങ്ങളൊക്കെ തിരക്കി അവരെല്ലാം അങ്ങ് പോയി. പക്ഷെ റോജയ്ക്ക് മനസ്സിലായി ഹസൻ എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ട്. ഹസന് പഴയ ആ ഉന്മേഷമില്ല, പഴയ ചിരിയില്ല, കളിയില്ല. അപ്പൊ 6 പെൺകുട്ടികൾ മാറിപ്പോയ സമയത്ത് റോജ ഹസന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എല്ലാ സഹോദര എന്ത് പറ്റി? ഹസൻക്ക് എന്ത് പറ്റി? നിന്റെ ആ പഴയ പ്രസരിപ്പും ആ പഴയ ഉന്മേഷവും ഇപ്പൊ കാണുന്നില്ലല്ലോ, നിനക്ക് എന്താണ് പറ്റിയത്? ഞങ്ങളെ കാണാനിട്ടുള്ള സങ്കടമാണോ? ഞങ്ങൾ തിരിച്ചു വന്നില്ലേ, ഇനിയിപ്പോൾ അടുത്തൊന്നും ഞങ്ങൾ പോവില്ല, നിന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും, അതുകൊണ്ട് സന്തോഷമായി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു. ഹസൻ എന്നിട്ടും ഒരു സന്തോഷമില്ല. അപ്പൊ റോജ ചോദിച്ചു, എന്താണെങ്കിലും എന്നോട് പറ, ഞാൻ നിന്റെ സങ്കടത്തിന് എന്താണെന്ന് അറിഞ്ഞാലല്ലേ എനിക്ക് പരിഹാരം കാണാൻ പറ്റുള്ളൂ, എന്നോട് പറയാന്ന് പറഞ്ഞു. ഹസൻ ഈ കഥ പറഞ്ഞു കൊടുത്തു. 7ാമത്തെ റൂം തുറക്കരുത് എന്ന് പറഞ്ഞിട്ട് ഹസൻ തുറന്നതും കോണിപ്പാട് കയറിയിട്ട് മുകളിലേക്ക് പോയതും മട്ടുപ്പാവിൽ നിന്നിട്ട് പക്ഷികളെ കണ്ടതും അവർ പാറിപ്പോയതും പിന്നെ ഓരോ ദിവസവും പോയി നോക്കിയിട്ട് അവരെ കാണാത്തതാണ് പിന്നീട് ആ പെൺകുട്ടിയെ കാണാത്തതാണ് എൻ്റെ സങ്കടമെന്ന് റോജയോട് ഹസൻ പറഞ്ഞു. അപ്പൊ റോജ ഇതൊക്കെ കേട്ടിട്ട് ആകെ അത്ഭുതപ്പെട്ട്, നീ 7ാമത്തെ റൂം തുറന്നു അല്ലേ, നിന്നോട് പറഞ്ഞിട്ടില്ലേ തുറക്കരുത് എന്ന്? ഏതായാലും ഇനിയിപ്പോൾ തുറന്നു കഴിഞ്ഞല്ലോ, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നിനക്കെന്താ വേണ്ട? ആ പെൺകുട്ടികളെ കൊണ്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് സാധ്യത വളരെ കുറവാണ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് കണ്ടേ പറ്റൂ, അതിന് എന്നെ സഹായിക്കണം. അപ്പോൾ റോജ സഹോദരിമാരൊന്നും കേൾക്കാതെ ഹസനെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, ഹസ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നീ കണ്ടിരിക്കുന്നത് ജിന്നിസ്ഥാൻ എന്ന് പറഞ്ഞു, അതായത് എൻ്റെ പിതാവായ ആള് ജോലി ചെയ്യുന്ന കൊട്ടാരുണ്ടല്ലോ, ജിന്നിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം, ആ ജിന്നിസ്ഥാനിലുള്ള രാജകുമാരിയെ ആയിരിക്കണം നീ കണ്ടിട്ടുണ്ടാവുക. അവരും തോഴിമാരും ഇവിടെ കുളിക്കാൻ വേണ്ടി വരും. അവർ മനുഷ്യന്മാരല്ല, അവർ ജിന്നുകളാണ്. അവരെ ആയിരിക്കും നീ കണ്ടിട്ടുണ്ടാവുക. എല്ലാ അമാവാസി നാളുകളിൽ മാത്രമേ അവർ വരാറുള്ളൂ. ഇനി വരുന്ന അമാവാസി, ഇനി അടുത്ത ദിവസം അമാവാസി നാളാണ്, നാളെ അമാവാസി നാളാണ്, ചിലപ്പോൾ നാളെ അവർ വന്നേക്കാം. നാളെ അവർ വരുമോ? എനിക്കവരെ കാണും. നാളെ അവർ വന്നേക്കാം. പക്ഷെ ഹസ, നീ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കരുത്, അങ്ങോട്ടേക്ക് നോക്കുക പോലും ചെയ്യരുത്. നിന്റെ ജീവൻ ആപത്താണ്, അതുകൊണ്ട് നീ അത് മറന്നേക്കുക. നിന്റെ ജീവന് മാത്രമല്ല ഞങ്ങളുടെ ജീവനും ആപത്താണ്, അതുകൊണ്ട് ഒരിക്കലും നീ നാളെ അത് തുറക്കാനോ അവിടെ കാണാനോ പോകരുത്, ഭയങ്കര ആപത്താന്ന് പറഞ്ഞു. അപ്പം ഹസൻ പറഞ്ഞു, പറ്റില്ല, എനിക്കത് കണ്ടേ പറ്റൂ, ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി, എനിക്ക് മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റോജ പറഞ്ഞു, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നു, ഒരു കാര്യം ചെയ്യും, നാളെ എൻ്റെ ഈ 6 പേരും നായാട്ടിന് പോകും, ഈ 6 സഹോദരിമാരും. അപ്പം ഞാൻ മാത്രമേ ഇവിടെ തനിച്ചുണ്ടാവുള്ളൂ, ഞാൻ നിന്നെ മട്ടുപ്പാവിലേക്ക് എത്തിക്കാം, നീ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അല്ല, എനിക്ക് കണ്ടാൽ പോരാ, എനിക്ക് അവളെ കണ്ടിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ റോജ പറഞ്ഞു, ഹസ ഭയങ്കരം ഏതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം അത്, നീ അങ്ങനെ വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കരുത്. എന്ത് പറഞ്ഞിട്ട് ഹസൻ ഭക്ഷണം കഴിക്കുന്നില്ല, കുളിക്കുന്നില്ല, ഒക്കെ ഭയങ്കര വിഷം. ലാസ്റ്റ് അവസാനം റോജ പറഞ്ഞു, ഓക്കെ
വിധി അതാണെങ്കിൽ, പടച്ചവന്റെ വിധി അതാണെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. നാളെ അമാവാസി നാളില് ഈ സഹോദരിമാരൊക്കെ നായാട്ടിന് പോരുന്ന സമയത്ത് ഞാൻ നിന്റെ കൂടെ മട്ടുപ്പാവിലേക്ക് വരാം. പക്ഷെ ഞാനിങ്ങനെ ഒളിച്ചു നിൽക്കും. നീ എന്ത് ചെയ്യണം, ആ പക്ഷികൾ വന്നിട്ട് തൂവലുടുപ്പ് അഴിച്ചു വെക്കുമല്ലോ, തൂവലുടുപ്പ് അഴിച്ചു വെച്ചിട്ട് അവർ വെള്ളത്തിലേക്ക് കുളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഈ റാണിയുടെ തൂവലുടുപ്പ് നീ ആരും കാണാതെ ഒളിപ്പിച്ചു വെക്കണം. എന്നിട്ട് ബാക്കി പിന്നെ അവര് കുളിച്ച് കയറിയിട്ട് പോകാൻ നോക്കുമ്പോൾ തൂവലുടുപ്പ് കാണാതെ അവള് വെപ്രാളപ്പെടും. അപ്പൊ നീ പതിയെ പോയിട്ട് മുടിക്കുത്തിന് പിടിച്ചിട്ട് ഇങ്ങനെ മുടിക്കുത്തിന് പിടിച്ച് വെക്കണം. അപ്പൊ പിന്നെ അവക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു, വളരെ നന്ദി എന്നൊക്കെ പറഞ്ഞ് റോജക്ക് നന്ദിയൊക്കെ പറഞ്ഞ് അങ്ങനെ പിറ്റേന്ന് അമാവാസി നാളായി. അങ്ങനെ ആ 6 പെൺകുട്ടികൾ നായാട്ടിന് പോയി. റോജ ഹസന്റെ കൂടെ മട്ടുപ്പാവിലേക്ക് കയറി. കുറെ സമയം കാത്തു നിന്നപ്പോൾ റോജ മറഞ്ഞു നിന്നു. ആ പക്ഷികൾ പാറി വന്നു. പക്ഷികൾ ആരെ കാണുന്നില്ല, ഹസനെയും റോജയെ കാണുന്നില്ല. അവര് വന്നിട്ട് അന്നത്തെ പോലെ തന്നെ തൂവലുടുപ്പൊക്കെ അഴിച്ചു വെച്ചു. എല്ലാവരും വെള്ളത്തിലേക്ക് കുളിക്കാനായി ഇറങ്ങി. ഹസൻ ആരും കാണാതെ ചെടിയുടെ മറവ് പറ്റിയിട്ട് പോയിട്ട് ആ റാണി അഴിച്ചു വെച്ചിരിക്കുന്ന തൂവലുടുപ്പ് എടുത്തിട്ട് മാറ്റി വെച്ചു, ഒളിപ്പിച്ചു വെച്ചു. കുറേ സമയം കുളിച്ചു മതിച്ചതിന് ശേഷം അവരൊക്കെ കരക്ക് കയറി. റാണി തൂവലുടുപ്പ് എടുത്ത് ധരിക്കാൻ നോക്കുമ്പോഴത്തേക്ക് തൂവലുടുപ്പ് കാണുന്നില്ല. ആ റാണി ആകെ വെപ്രാളപ്പെട്ടു. അയ്യോ, എൻ്റെ തൂവലുടുപ്പ് കാണുന്നില്ല, എൻ്റെ തൂവലുടുപ്പ് കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ള പെൺകുട്ടികളൊക്കെ അവരവരുടെ തൂവലുടുപ്പ് ധരിക്കുകയും ചെയ്തു. ഒരൊറ്റ പോക്കാണ് പറന്നിട്ട്. അപ്പൊ റാണി പറഞ്ഞു, അയ്യോ എൻ്റെ തൂവലെടുപ്പ് കിട്ടിയിട്ടില്ല, എന്നെ കൂട്ടാതെ പോകല്ലേ, ഞാനിവിടെ ഒറ്റക്ക്. അതൊന്നും പറയാൻ നിൽക്കാതെ കേൾക്കാൻ നിൽക്കാതെ അവർ മൊത്തം എല്ലാ പക്ഷികളും പാറിപ്പോയി. ഈ പെൺകുട്ടി മാത്രം അവിടെ തരിച്ചായി. അസം പതിയെ കുറ്റിച്ചെടിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഈ പെൺകുട്ടിയുടെ തലമുടിയിൽ അങ്ങ് പിടിച്ചു. അതോടുകൂടി ആ പെണ്ണ് സ്റ്റക്കായി നിന്നു. അങ്ങനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു റൂമിൽ കൊണ്ടുവന്നിട്ട് പൂട്ടിയിട്ടു. റോജയോട് വന്നിട്ട് പറഞ്ഞു, റോജ ഞാൻ കൂട്ടി വന്നിട്ട് റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പെൺകുട്ടി ആകെ ഹസനോട് ഇങ്ങനെ പിടിച്ച സമയത്ത് അങ്ങനെ നീ ആരാണ്, നിനക്ക് എങ്ങനെയാണ് ഇവിടെ വരാൻ പറ്റിയത്, നീ ഒരു മനുഷ്യനല്ലേ, നീ എൻ്റെ പിതാവ് ആരാണെന്ന് അറിയുമോ, നിന്നെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ നിന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ ഷൗട്ട് ചെയ്യാണ്, ഭയങ്കര ദേഷ്യം പിടിക്കാണ്. ഹസനൊന്നും മിണ്ടാതെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടപ്പോൾ ഈ പൂട്ടിയിട്ടു. ആ റൂമിൽ നിന്നും ഈ പെൺകുട്ടി ഒരുപാട് ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഹസനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ആർക്ക്, ഈ പെണ്ണിന്. പക്ഷെ ഹസനൊന്നും മിണ്ടിയില്ല. വാതിൽ പൂട്ടിയിട്ട് റോജയോട് വന്നിട്ട് പറഞ്ഞു, റോജ ഞാൻ പൂട്ടിയിട്ടിട്ടുണ്ട് എന്ന്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ റോജ പതിയെ റൂമിലേക്ക് കയറി വന്നു. റോജയെ കണ്ടപ്പോൾ തന്നെ ഈ പെൺകുട്ടി ചാടി എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, റോജ നീയാണോ ഇതിനെ കൂട്ടി തിന്നത്, ഈ മോഹിനിയെ ആരാണെന്ന് നിനക്കറിയില്ലേ? അപ്പോൾ ഈ രാജകുമാരൻ്റെ പേര് മോഹിനി എന്നാണ്. ഈ മോഹിനി ആരാണെന്ന് നിനക്കറിയില്ലേ, നീയാണോ ഇതിന് കൂട്ടി തിന്നത്, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ റോജ പറഞ്ഞു, റാണി രാജകുമാരി എനിക്കറിയാം, പക്ഷെ നീ സാവധാനത്തിൽ കേൾക്കണം, ഞാൻ പറയുന്ന കഥ കേൾക്കാം, എനിക്കൊരു കഥയും കേൾക്കണ്ട. എൻ്റെ ഉപ്പാനോടെങ്ങാനും നിന്റെ ഈ കാര്യം പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ ഉപ്പാനെയും ഈ കൊട്ടാരവും എല്ലാം നശിപ്പിച്ചു കളയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ തൂവലെടുപ്പ് തന്നോ, ഞാൻ പോകാനുള്ളത് പോയിക്കോളാം, അല്ലെങ്കിൽ നിന്റെ അന്ത്യനാളാണെന്ന് നീ കുറിച്ചു വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടി അങ്ങനെ റോജയോട് പൊട്ടിത്തെറിക്കുകയാണ്. റോജ ഒരുപാട് സമയം അനങ്ങാതെ നിന്നിട്ട് ഇവളുടെ പിന്നെ ഈ ദേഷ്യമൊക്കെ അടങ്ങിയപ്പോൾ പതിയെ അടുത്ത് പോയിട്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോഹിനി രാജകുമാരി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിൻ്റെ എൻ്റെ ആങ്ങളയുടെ, അതായത് ഈ മനുഷ്യൻ്റെ ഹസൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പിന്നെ അത്ര ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാനിതിന് നിന്നത്. അങ്ങേക്ക് എന്നെ കൊല്ലുമെന്നെങ്കിൽ കൊന്നോളൂ, എന്നാലും ആ മനുഷ്യൻ്റെ സങ്കടം കാണാൻ പറ്റാതിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞപ്പോൾ മോഹിനി പറഞ്ഞു, ഏതായാലും നീ ചെയ്തിരിക്കുന്നത് വലിയ ഗുരുതരമായ തെറ്റാണ്. എൻ്റെ ജിന്നിസ്ഥാനിലെ എൻ്റെ പിതാവഗാന ഈ കാര്യം അറിഞ്ഞാൽ നിന്റെ ഈ കൊട്ടാരം മൊത്തം ചുട്ടുചാമ്പലാക്കും. അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ നിനക്ക് ഇപ്പം ക്ഷമിച്ചേക്കാമെന്നൊക്കെ പറഞ്ഞു. ഹസനോട് പോയിട്ട് പറഞ്ഞു, ഇത് അങ്ങനെയാണ് നമ്മുടെ കൊട്ടാരൊക്കെ ചുട്ട് ചാമ്പലാക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തൂവലെടുപ്പ് കൊടുത്തോ, അവൾ പറഞ്ഞു പോയിക്കോട്ടെ. ഹസൻ പറഞ്ഞു, പറ്റൂല, ഞാൻ ഒരിക്കലും
കൊടുക്കൂല, ഞാൻ മരിച്ചാലും സാരയില്ല, ഞാൻ അവളെ വിവാഹം കഴിക്കുന്ന എന്ന് പറഞ്ഞു. അസ നടക്കാത്ത കാര്യമാണ്, അവളെ വിവാഹം കഴിക്കാൻ നടക്കാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് സമയം അസൻ ഇങ്ങനെ നിന്നു. കുറേ സമയം കഴിഞ്ഞോ മോഹിനിക്ക് ഭക്ഷണമായിട്ട് റോജ മുറിയിലേക്ക് പോയി. അപ്പോൾ വിശന്ന് ഇരിക്കാൻ തുടങ്ങി മോഹിനി. ഒരുപാട് സമയത്തെ വിശപ്പ് കാരണം പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. മോഹിനി ഭക്ഷണമൊക്കെ കഴിച്ചു. അസന്റെ ഈ തമാശകളും അസന്റെ ഈ കളികളൊക്കെ കണ്ടിട്ട് മോഹിനിക്ക് അസനോട് ഇഷ്ടം വരാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മോഹിനിയും അസനും തമ്മിലുള്ള വിവാഹം നടന്നു. അസൻ മോഹിനിയെ വിവാഹം കഴിച്ചു. അങ്ങനെ ആ കൊട്ടാരത്തിൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അസൻ ജീവിക്കാൻ തുടങ്ങി. അസൻ അങ്ങനെ വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. അസന് 2 ഇരട്ടക്കുട്ടികൾ ജനിച്ചു. മോഹിനി 2 കുട്ടികളെ പ്രസവിച്ചു. അതിസുന്ദരമായ 2 ആൺകുട്ടികൾ. അവരുടെ കളിയും ചിരിയും അവരുടെ ആ തമാശകളൊക്കെ ആയിട്ട് കൊട്ടാരം നല്ല സ്വർഗതുല്യമായിട്ട് പോവുകയാണ്. അങ്ങനെ ഒരുപാട് ദിവസത്തിന് ശേഷം അസൻ ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ ഒരു അതിഭയങ്കരമായ സ്വപ്നം കണ്ടു. അസന്റെ ഉമ്മ അസന്റെ കബറ് പിടിച്ചിട്ട് പൊട്ടിക്കരയുന്ന ഒരു സ്വപ്നമാണ് അസൻ കണ്ടത്. അസന്റെ ഉമ്മ കബറ് പിടിച്ചിട്ട് പൊട്ടിക്കരയുന്ന ഒരു സ്വപ്നമാണ് അസൻ കണ്ടത്. അസന് ഭയങ്കരമായിട്ട് പിന്നെ വേവലാതി. അസൻ ഞെട്ടിത്തെറിച്ച് എഴുന്നേറ്റു. എൻ്റെ ഉമ്മാനെ ഓർമ്മ വന്നു അസനിക്ക്. എന്നിട്ട് ആകെ മോഹിനി ചോദിച്ചു, എന്ത് പറ്റി, എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ പിന്നെ മോഹിനിയോട് അസൻ പറഞ്ഞു, മോഹിനി, എൻ്റെ ഉമ്മാനെ ഞാൻ സ്വപ്നം കണ്ടു. എൻ്റെ ഉമ്മ എൻ്റെ കബറിങ്ങൾ വന്നിട്ട് പൊട്ടിക്കരഞ്ഞ് കബറ് പിടിച്ച് പൊട്ടിക്കരയുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഉമ്മാനെ എത്രയും പെട്ടെന്ന് കാണണം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകാം, ബസ്രയിലേക്ക് പോകാം. ബസ്രയിൽ നിന്ന് മാറിയിട്ട് അവർ ഇറാഖ് ബസ്രയിൽ നിന്ന് ഒരുപാട് പണം കിട്ടിയതിനു ശേഷം ഇറാഖിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഉമ്മായെ കാണാൻ വേണ്ടിയിട്ട് ഇറാഖിലേക്ക് പോകാം, നീയും കുട്ടികളും വരും. അങ്ങനെ റോജയോട് പോയിട്ട് പറഞ്ഞു, റോജ, എൻ്റെ ഉമ്മാനെ ഞാൻ സ്വപ്നം കണ്ടു. എത്ര കാലമായി ഉമ്മാനെ കണ്ടിട്ട്. ഉമ്മ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് കബറിൽ പോയിട്ട് പൊട്ടിക്കരയുന്ന സ്വപ്നം കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് ഇറാഖിലേക്ക്, ഞങ്ങളെ വിട്ടുതരാം. അപ്പൊ റോജ പറഞ്ഞു, പിന്നെ ഹസ, എങ്ങനെ ഈ മലയുടെ മുകളിൽ നിന്ന് പുറത്തു പോകും? നിനക്ക് പുറത്തു പോകാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഈ മലയുടെ മുകളിൽ നീ പെട്ടുപോയത്. നീ എങ്ങനെ ഉമ്മാനെ കാണാൻ ഈ മലയുടെ മുകളിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങും? അപ്പൊ അസന ഇപ്പോഴാണ് ചിന്തിച്ചത്, പഠിച്ചോനെ, ഇനി ഒരിക്കലും എൻ്റെ ഉമ്മാനെ കാണാൻ എനിക്ക് പറ്റൂലേ, ഞാൻ ഈ മലയുടെ മുകളിൽ തന്നെ പെട്ടുപോയോ? അസന ഓടി ആ പണ്ട് വന്ന അതേ സ്ഥലത്തേക്ക് എന്നെ ഓടിപ്പോയി. ആ മലമുകള് മൊത്തം തെരഞ്ഞ് റോജയും അസനും കൂടി പരത് നോക്കുമ്പോൾ ആ മറ്റേ ഇതില്ലേ കടുക്കാന്ന് പറഞ്ഞ സാധനം അത് കിട്ടി. ആ കൊട്ടുന്ന സാധനം കിട്ടി. അസം വലിച്ചെറിഞ്ഞതല്ലായിരുന്നു, ദേഷ്യം വന്നിട്ട് സങ്കടത്തോടെ വലിച്ചെറിഞ്ഞതാണ്. ഒരുപാട് സമയം പരുതിയതിനു ശേഷം അത് കിട്ടി. റോജ പറഞ്ഞു, എനിക്കിത് ഉപയോഗിക്കാൻ അറിയാം സാർ. റോജ അത് പ്രത്യേക രീതിയിൽ ഇത് കുട്ടിയപ്പോ ആ കുതിര പാറി വന്നു. കുതിര അപ്പത്തേനെ തിരിച്ചയച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ കുതിര വരുമെന്ന് മനസ്സിലായില്ലേ, ഇനി അസന് നാട്ടിലേക്ക് പോവാം. ഒരുപാട് സമ്മാനങ്ങളും കുതിരപ്പുറത്ത് ഒരുപാട് സമ്മാനങ്ങളും മറ്റുമൊക്കെ ആയിട്ട് അസനെ എന്ത് ചെയ്തു, അങ്ങോട്ടേക്ക് തിരിച്ചയക്കുകയാണ് ഈ സഹോദരിമാർ. അപ്പൊ അസനോട് പറയുന്നുണ്ട്, അസ, വർഷത്തിലൊരിക്കല് ഞങ്ങളെ ഈ കാണാൻ വേണ്ടിയിട്ട് നീ വരണം, ഈ കടുക്ക നിന്റെ കയ്യിൽ തന്നെ വെക്കണം, എന്നിട്ട് വർഷത്തിലൊരിക്കൽ ഞങ്ങളെ കാണാൻ വേണ്ടി വരാം, നിങ്ങളെ ഒരു വർഷത്തിലൊരിക്കൽ കാണാൻ വേണ്ടി വരാമെന്ന പിന്നെ വാക്ക് കൊടുത്തിട്ട് അസനും അസന്റെ ഭാര്യയായ മോഹിനിയും 2 കുട്ടികളും ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് തിരിച്ച് ബസ്ര എന്ന നാട്ടിലേക്ക് അവർ തിരിച്ചു പോവുകയാണ്. ബസ്ര എന്ന നാട്ടിലേക്ക് എത്തിയിട്ട് അസൻ വന്നിട്ട് ഡോറിൽ മുട്ടുകയാണ്. രാത്രി ആണ് വന്നിട്ട് ഡോറിൽ മുട്ടുന്നത്. ആരാ? ഉമ്മ ചോദിച്ചു. ഉമ്മ ഉള്ളിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, ആരാ? ഉമ്മ, ഞാൻ നിങ്ങളുടെ മകൻ അസനാണ് എന്ന് പറഞ്ഞപ്പോ, ഇങ്ങോട്ടേക്ക് കയറി വാ മോനെ, ഡോറ് തുറന്നിട്ടില്ല, ഞാനിവിടെ കിടന്നിട്ടാ ഉള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ ഡോറ് തുറന്ന് അച്ഛൻ അകത്തേക്ക് പോയപ്പോൾ അച്ഛൻ കാണുന്ന കാഴ്ച എല്ലും തോലുമായി കിടക്കുന്ന വളരെ സൂക്ഷിച്ചു പോയ മകനെ കാണാതെ കരഞ്ഞ് കണ്ണീർ വറ്റിയ ഉമ്മാനെയാണ്.
ഉമ്മാ എന്ന് പറഞ്ഞ് അച്ഛൻ ഉമ്മാനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് മുത്തം കൊടുത്ത് അച്ഛൻ അപ്പോഴാണ് ഉമ്മ ഈ ഭയങ്കരമായിട്ടുള്ള ഒരു മാലാഖയെ പോലെയുള്ള അതിസുന്ദരിയായ പെൺകുട്ടിയെ കാണുന്നത്. ഇതാരാണ് മോനെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉമ്മ ഇതെൻ്റെ ഭാര്യയാണ്, എനിക്കുണ്ടായ 2 കുട്ടികളാണിത്, കഥയൊക്കെ പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് ഉമ്മ സന്തോഷത്തോട് കൂടിയിട്ട് അവരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചിരുത്തി. ഈ പെണ്ണിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ഉമ്മ എന്താണ് ഇത്രയും സൗന്ദര്യമുള്ള ഈ പെണ്ണ് ഈ ദുനിയാവിലുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് പിന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയം അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഉമ്മയും അച്ഛനും കൂടിയിട്ട് ആ വീട്ടിൽ ഇങ്ങനെ സന്തോഷത്തോടെ കഴിയാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു വർഷം ആകുന്നതിന് മുമ്പ് അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയാൻ വിട്ടത്. അതായത് വീട്ടിലേക്ക് ഒരുപാട് സമ്പാദ്യങ്ങളുമായിട്ടാണ് ആര് വരുന്നത്? അച്ഛനും ഈ കുതിരപ്പുറത്ത് വരുന്നത് അല്ലേ. ഇത്രയോ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ട് ഒരുപാട് പണമായിട്ട് അച്ഛൻ വന്നപ്പോൾ അച്ഛൻ്റെ ഉമ്മ പറഞ്ഞു, അച്ഛ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത്രയും വലിയ പൈസക്കാരൻ എങ്ങനെ ആയതെന്ന് നാട്ടുകാർ മൊത്തം ചോദിക്കും. രാജാവിൻ്റെ അന്വേഷണം ഉണ്ടാവും. അതുകൊണ്ട് നമുക്കിവിടെ ചിലപ്പോൾ നമ്മൾ കട്ടുകൊണ്ടുവന്നതാ എന്നുള്ള ഒരു പ്രചരണം തന്നെ നടത്തിയേക്കാം. രാജാവ് ചിലപ്പോൾ നമ്മളെ എല്ലാവരെയും പിടിച്ചിട്ട് തുറുങ്കിൽ അടച്ചേക്കാം. അതുകൊണ്ട് നമുക്ക് ഈ രാജ്യം വിട്ടു പോകണം, നമുക്ക് ഇവിടുന്ന് രാജ്യം വിട്ടു പോകണം, ഇറാഖിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ഉമ്മാടെയും അതുപോലെ തന്നെ മക്കളെയും അച്ഛനെ അവരെല്ലാരെയും കൂട്ടിയിട്ട് ഇറാഖിലേക്ക് പോയി. ഈ സ്വത്തുക്കൾ ഇറാഖിൽ വലിയൊരു കൊട്ടാരം പോലെയുള്ള ഒരു വീട് വാങ്ങിയിട്ട് അച്ഛനും ഉമ്മയും മോഹിനിയും മക്കളും ഒക്കെ താമസമായി. അപ്പോഴത്തേക്ക് 1 വർഷമായി അച്ഛൻ ഇവിടുന്ന് ആ കൊട്ടാരത്തിൽ നിന്ന് വന്നിട്ട് 1 വർഷമായി. 1 വർഷമാകുമ്പോൾ കാണാൻ പോകണമെന്ന് എന്താണ് വാക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. 1 വർഷത്തിലൊരിക്കൽ കാണാൻ വരും. അച്ഛന് പെങ്ങന്മാരെ കാണാൻ പൂതിയായി. അങ്ങനെ മോഹിനിയെയും കുട്ടികളെയും അവിടെ ആക്കിയിട്ട് ഉമ്മാനോട് അച്ഛൻ പറഞ്ഞു, ഉമ്മാനോട് അച്ഛൻ പറഞ്ഞു, ഉമ്മ ഞാൻ ആ പെൺകുട്ടികളെ കണ്ടിട്ട് വരാം, എൻ്റെ പെങ്ങന്മാരെ കണ്ടിട്ട് വരാം മലമുകളിലേക്ക് പോയിട്ട്. അതുകൊണ്ട് വരുന്നത് വരെ മോഹിനിയെയും കുട്ടികളെയും ഉമ്മ സൂക്ഷിക്കണം. ഒരു കാരണവശാലും ആ തൂവലുടുപ്പ് വെച്ച സ്ഥലം മോഹിനിക്ക് കാണിച്ചു കൊടുക്കരുത്. തൂവലുടുപ്പ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് വീട്ടിൽ, അത് ഒരു കാരണവശാലും മോഹിനിക്ക് കാണിച്ചു കൊടുക്കരുത്. മോഹിനിക്ക് അഥവാ അത് ധരിച്ചാൽ, അത് കിട്ടിയാലേ അത് ഇട്ടിട്ട് പറക്കാൻ തോന്നും, ചിലപ്പോൾ പറന്നു പോയാലോ. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ വരുന്നത് വരെ അവളെ നിങ്ങൾ വളരെ ഭദ്രമായിട്ട് കെയർ ചെയ്യണം. ഒരു കാരണവശാലും തൂവലുടുപ്പ് കാണിച്ചു കൊടുക്കരുത്. ഇത് പറയുന്നത് ആര് കേൾക്കുന്നുണ്ട്? മോഹിനി കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ ഉമ്മയും അച്ഛനും മോഹിനി കേട്ട കാര്യം അറിഞ്ഞില്ല. അങ്ങനെ അച്ഛൻ്റെ ഒരുപാട് പെങ്ങന്മാർക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ ആയിട്ട് തിരിച്ചുപോയി, മലമുകളിലേക്ക് പോയി. അവിടെ അവരോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വളരെ കുട്ടികളുടെ വിശേഷമൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അവിടെ ഇങ്ങനെ നിൽക്കട്ടെ. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇറാഖില് അച്ഛൻ പോയിട്ട് കുറച്ച് ദിവസങ്ങൾ മോഹിനി ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. എന്നിട്ട് ഒരു ദിവസം ഉമ്മയോട് വന്നിട്ട് പറയാണ്, ഉമ്മ എനിക്കൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് പോകണമെന്നുണ്ട്, എനിക്കൊന്ന് കുളിക്കാൻ പോകണം. ഞാനൊന്ന് പുറത്തെ കുളത്തിൽ, അവിടെ ഒരു കുളമുണ്ട് പുറത്ത്, നമ്മുടെ നാട്ടിലെല്ലാം കാണുന്ന കുളമില്ലേ, ആ കുളിക്കാൻ പോകുന്ന കുളം, അതുപോലത്തെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ പോയിട്ട് ഞാൻ കുളിച്ചോട്ടെ. അപ്പൊ ഉമ്മ പറഞ്ഞു, പറ്റൂല, കാരണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ വരാതെ നിന്നെ ഒരു സ്ഥലത്തേക്കും പോകാൻ വേണ്ടി പറ്റൂല. അതെന്താ ഉമ്മ, എനിക്കൊരു കുളിക്കാൻ പോകാനും കൂടി സ്വാതന്ത്ര്യമില്ലേ ഇവിടെ? ഞാൻ കുളിക്കാൻ പോകാനല്ലേ ചോദിക്കുന്നത് ഉമ്മയോട്, വേറെ ഒന്നുമല്ലല്ലോ. എന്നാ പിന്നെ ഞാനും വരാം നിന്റെ കൂടെ. അത് വേണ്ട ഉമ്മ, എൻ്റെ മക്കളെ ആര് നോക്കും? നിങ്ങൾ വിളിക്ക്, ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ചു വരാം. ഉമ്മ വിചാരിച്ചു ഇവള് തൂവലുടുപ്പ് എടുത്തിട്ടോ, അങ്ങനെ തൂവലുടുപ്പൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇവള് കുളിക്കാൻ വേണ്ടിയിട്ട് കുളത്തിലേക്ക് ഉമ്മയുടെ സമ്മതവും വാങ്ങിയിട്ട്, ഉമ്മ ഒരു ജാതി സമ്മതം കൊടുത്തു, നീ പോയിട്ട് പെട്ടെന്ന് വരണം കേട്ടോ, അവിടെ പോയിട്ട് അങ്ങനെ ഒന്നും അലഞ്ഞു തീരെ പെട്ടെന്ന് വരണം. മക്കളെ അവിടെ ആക്കിയിട്ട് മോഹിനി കുളിക്കാൻ വേണ്ടിയിട്ട് കുളത്തിലേക്ക് പോയിട്ട് അവിടുന്ന് അവൾ കുളക്കടവിൽ പോയപ്പോൾ ആ നാട്ടിലുള്ള ഒരുപാട് സ്ത്രീകൾ കുളക്കടവിൽ കുളിക്കാനും അലക്കാനുമായിട്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ ഈ പെണ്ണിനെ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. പടച്ചോന് ഇത്രയും സൗന്ദര്യമുള്ള പെണ്ണ് ഈ ദുനിയാവിലുണ്ടാ, ഇവൾ ആരുടെ മകളാണ്? പെട്ടെന്ന് ഇവളിങ്ങനെ വരാൻ കാരണം എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ആ കുളത്തിലുള്ള ഓരോ പെണ്ണുങ്ങളും ഈ മോഹിനിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. നിന്റെ പേരെന്താ? നീ എവിടെയാ? ആരുടെ മകളാ? നിന്റെ ഭർത്താവിന്റെ പേരെന്താ? അതൊക്കെ ചോദിക്കും. മോഹിനി ഒന്നും മിണ്ടുന്നില്ല.
ഇവളൊന്നും മിണ്ടുന്നില്ല. കുളിച്ചു കഴിഞ്ഞിട്ട് ഇവള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ആ കൂട്ടത്തില് ആ രാജ്യത്തെ ഇറാഖിലെ രാജാവായ ഹാറൂൺ അൽ റഷീദിന്റെ ഭാര്യയായ സുബൈദ രാജ്ഞിയുടെ ഉറ്റ തോഴിയായ തൂഫ എന്ന പെൺകുട്ടി കൂടി ആ കുളത്തിൽ കുളിക്കാൻ വേണ്ടി വന്നിരുന്നു. ആര്? ഹാറൂൺ റഷീദ് രാജാവിന്റെ ഭാര്യയായ സുബൈദ രാജ്ഞിയുടെ തോഴിയായ തൂഫ എന്ന പെൺകുട്ടി. ആ പെൺകുട്ടിയും കൂടി ഈ കുളത്തിലുണ്ട്. ആ പെൺകുട്ടിയും ഈ മോഹിനിയെ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇവളെങ്ങാനും രാജാവ് കണ്ടാൽ ഉറപ്പായിട്ട് ഇവളെ ഭർത്താവിനെ ഉണ്ടെങ്കിൽ ഭർത്താവിനെ കൊന്നിട്ട് ഇവളെ കല്യാണം കഴിക്കും. ഇത് എവിടെയാണ് ഈ പെണ്ണിന്റെ വീട് എന്ന് പറയണം. അതുകൊണ്ട് മോഹിനി നടക്കുന്നതിന്റെ പിറകില് ആരും കാണാതെ ഈ തൂഫ എന്ന് പറഞ്ഞ പെൺകുട്ടി നടന്നു. എന്നിട്ട് ആ വീടിന്റെ അടുത്തെത്തിയിട്ട് വീട് കണ്ടുപിടിച്ചു. ആ, ഈ വീട്ടിലാണല്ലേ ഇവള് താമസിക്കുന്നത്. തിരിച്ച് വേഗം ഓടി കൊട്ടാരത്തിലേക്ക് പോയിട്ട് സുബൈദ രാജ്ഞിയോട് വിളിച്ചിട്ട് പറഞ്ഞു, രാജ്ഞി, സുബൈദ രാജ്ഞി, ഞാൻ ഇന്നൊരു കാഴ്ച കണ്ടു. എന്താണെന്നറിയോ? ഈ ലോകത്ത് ഇങ്ങനെയായിട്ടൊരു മനുഷ്യ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. രാജാവെന്നാണ് ആ പെൺകുട്ടിയെ കണ്ടാലേ നിങ്ങൾ ഒഴിവാക്കിയിട്ട് അവൾ ഉറപ്പായിട്ടും കല്യാണം കഴിക്കും. അത്രയും സൗന്ദര്യമുള്ള സുബൈദ ചോദിച്ചു, അതാരാ? അതപ്പോ ഈ തൂഫ എന്ന് പെൺകുട്ടി ആ മോഹിനിയെ കുറിച്ച് വർണ്ണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ സുബൈദ രാജ്ഞിയുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? അത് നമുക്ക് ഈ കഥയുടെ അടുത്ത ഭാഗത്ത് പറയാം. അപ്പൊ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.